ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ റിലേഷൻസ്, ഡൊമെയിൻ, റേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ്. റിലേഷൻസിൻ്റെ 2-3 ടൈപ്പുകളുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടൈപ്സ് ഓഫ് റിലേഷൻസ്. അപ്പോൾ നമുക്ക് അതിനൊരു സെറ്റ് വേണ്ടേ റിലേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ. അപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ എടുത്തു. 1 2 3. അപ്പം നമ്മൾ ആർ ഡിഫൈൻ ചെയ്യണത് എവിടേക്കാണ്? ആർ ഡിഫൈൻ ചെയ്യണത് എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു സെറ്റായിട്ടാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യണത്? ആർ എന്ന് പറയുന്നത്. അപ്പം ആർ എയിൽ നിന്ന് എയിലേക്ക് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് ആർ ഈക്വൽ ടു the set of all xy such that x greater than or equal to y xy in A. ഇതാണ് നമ്മുടെ റിലേഷൻ. അപ്പം ഇതിനെ ടാബുലർ ഫോം എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ഈ റിലേഷൻ എന്താണ് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് ഇത് റൂൾ മെത്തേഡ് നമ്മളതിനെ ടാബുലർ ഫോമിലേക്ക് ആക്കിയാലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക അല്ലേ? അപ്പോൾ ഇതിനെ ഒന്ന് നോക്കാം. എന്താണ് ഇതിന്റെ പ്രത്യേകത? എങ്ങനെയാണ് റിലേറ്റഡ്? എക്സും വൈയും റിലേറ്റഡ് ആവണമെങ്കിൽ ഇവിടെ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സ് വൈയിനേക്കാൾ വലുതാവുകയോ വൈയിനോട് ഈക്വൽ ആവുകയോ ചെയ്താൽ അത് തമ്മിൽ റിലേറ്റഡ് ആണ്. ആ റിലേഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഓരോന്നും ആലോചിക്കുക. നമ്മൾ ഓരോ കാര്യവും എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെ അടുത്തും എങ്ങനെയുള്ള റിലേഷൻ ആണ് എന്നുള്ളത് എങ്ങനെയായിരിക്കും? നമുക്ക് അമ്മ വീട്ടിൽ നിന്ന് ബന്ധം, അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാരുടെ വഴിക്ക് ബന്ധം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചു എന്നുള്ളത്, അങ്ങനെ പല തരത്തിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് വേരിയബിൾസും. നിങ്ങൾ എപ്പോഴും കണക്കിനെ കണക്കായിട്ട് കാണാതെ അതിനെ നമ്മൾ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ കണക്ക് എന്ന് പറയുന്നത് നമുക്ക് ആസ്വാദ്യമായിട്ട് മാറുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എക്സും വൈയും തമ്മിൽ റിലേറ്റഡ് എന്താണ്? ഒന്നുമില്ലേ അവർ തുല്യമായിരിക്കണം, അല്ലെങ്കിൽ എക്സ് അല്പം കൂടിയിരിക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആവാം, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആവാം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. 1 എന്നാണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ അല്ലേ? പിന്നെ 1 വെച്ച് വേറെ ഏതെടുത്താലും എക്സ് കോർഡിനേറ്റ് ചെറുതാവും. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞു. 2 വെച്ചിട്ടാണെങ്കിൽ 2 1-നേക്കാൾ വലുതാണ്. 2 എന്ന് പറയുന്നത് 2-ന് ഈക്വൽ ആണ്. 3 വെച്ചിട്ടാണെങ്കിലോ 3 1 അല്ലേ? എക്സ് വലുതല്ലേ? 3 2 പിന്നെയോ 3 3 അല്ലേ? നോക്കൂ, എല്ലാ പോസിബിലിറ്റിയും ആയില്ലേ? 3 1 3 2 3 ഇതിലെല്ലാത്തിലും പ്രത്യേകത മനസ്സിലായില്ലേ? എക്സ് വലുതോ തുല്യമോ ആണ്. കണ്ടില്ലേ? ഇതൊക്കെ തുല്യം വരുന്നത് ഇതൊക്കെ അല്ലേ? മറ്റേ ഇതിലൊക്കെ എക്സ് വൈനേക്കാൾ വലുത്. അപ്പൊ റിലേഷൻ കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. ഇനി ഈ റിലേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സെറ്റിലാകെ 3 എലമെന്റ്സേ ഉള്ളൂ. 1 2 3. ഈ റിലേഷൻ എഴുതിയപ്പോൾ നമുക്ക് കിട്ടി 1 1 കിട്ടി, 2 2 കിട്ടി, 3 3 കിട്ടി. അതായത് ഓരോ എലമെന്റും എയിലുള്ള ഓരോ എലമെന്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. അതായത് എ ഇൻ ആർ for all A in A. മനസ്സിലായോ? ഓരോ എലമെന്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. ഇങ്ങനെ വന്നാൽ നമ്മൾ ഈ റിലേഷനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സീവ് റിലേഷൻ. എന്താണ് റിഫ്ലക്സീവ് റിലേഷൻ? മനസ്സിലായില്ലേ? ഓരോന്നും അതിനോട് തന്നെ. ഇതിലേതെങ്കിലും ഒന്ന്
1 ഇല്ല, അല്ലെങ്കിൽ 2 ഇല്ല, ഇത് ഏതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആവില്ല. അപ്പൊ റിഫ്ലെക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു എ ഫോർ എവരി എ ഇൻ എ, ഫോർ എവരി എന്നുള്ളതിനാണ് ഞാൻ എഴുതിയ കേട്ടോ, ഫോർ എവരി എ ഇൻ എ, എ റിലേറ്റഡ് ടു എ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലെക്സീവ് റിലേഷൻ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂട്ടിയെടുക്കാം, കുറച്ചുകൂടെ വലിയൊരു സെറ്റ് എടുക്കാം. എ ഈക്വൽ ടു 1 2 3 4 5 6 6 എലമെന്റ്സ് എടുത്തു. എന്നിട്ട് നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യാണ്. ഇവിടുത്തെ റിലേഷൻ ആർ എന്ന് പറയുന്നത് എ ടു എ തന്നെയാണ്. അത് ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെ? ആർ ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ have a common factor other than 1. എന്താണ്? x and y have a common factor other than 1. 1 അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻറ്റീജർ അതിന്റെ കോമൺ ഫാക്ടർ ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ള രണ്ട് എലമെന്റ്സ് തമ്മിലാണ് റിലേറ്റഡ്. 1 വരാൻ പാടില്ല. അപ്പോൾ 1 3 എടുത്താൽ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 അല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള പെയർ വരാൻ പാടില്ല. അപ്പൊ എന്താണ് ഈ റിലേഷൻ? ഒന്ന് എഴുതി നോക്കാം. ഇവിടെ ആർ ഈക്വൽ ടു എന്ത് വരും? 1 1 വരാൻ പറ്റില്ലല്ലോ, 1 2 വരാൻ പറ്റില്ല, 1 3 ഇല്ല, 1 4 ഇല്ല, 1 5 ഇല്ല, 1 6 ഇല്ല. നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? റിലേഷൻ ആർ എന്ന് പറയുന്നത് എപ്പോഴും സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആയിരിക്കും. അതിലല്ലാത്തതൊന്നും ഇതിൽ വരില്ല. അപ്പോൾ 1ന്റെ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ 2 എടുക്കുകയാണെങ്കിൽ 2 2 കോമൺ ഫാക്ടർ 2 ഉണ്ടല്ലോ. പിന്നെ പറയൂ വേറെ ഏതൊക്കെയാ വരിക? 2 4. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ സ്വയം ഒന്ന് എഴുതാൻ കിട്ടുമോ എന്ന് നോക്കുക. അതിനുശേഷം വീഡിയോ കാണുക. ഓരോ ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. ക്വസ്റ്റ്യൻ കണ്ടാൽ വീഡിയോ പോസ് ചെയ്യുക, സ്വയം നോട്ട്ബുക്കിൽ ചെയ്യാൻ നോക്കുക. എന്നിട്ട് ക്ലാസ് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. 2 4. പിന്നെ ഏതാ വരിക? 2 6. 3 ആണെങ്കിൽ 3 3 എടുത്താൽ കോമൺ ഫാക്ടർ 3 കിട്ടുമല്ലോ. 3 6. 4നാണെങ്കിലോ 4 2 എടുക്കാലോ. 4 2 എടുക്കാം. 4 4 എടുക്കാം. 4 6 എടുക്കാം. ശരിയല്ലേ? ഇതുവരെ വിട്ടു പോയിട്ടില്ലല്ലോ. 2 2 2 4 2 6 3 3 3 6. 5നാണെങ്കിൽ 5 5 മാത്രമേ ഉള്ളൂ. 4 4 2 4 4 4 6 5 5. 6നാണെങ്കിൽ 6 2 ഉണ്ട്, 6 3 ഉണ്ട്, 6 6 ഉണ്ട് അല്ലേ? ഇതില് നമ്മൾ നേരത്തെ പഠിച്ചെന്താണ്? റിഫ്ലെക്സീവ് റിലേഷൻ. ഇത് റിഫ്ലെക്സീവ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യൂ, എന്നിട്ട് അടുത്ത കാര്യം പറയാം. റിഫ്ലെക്സീവ് ആണെങ്കിൽ 1 1 വേണം, 2 2 വേണം, 3 3 വേണം, അങ്ങനെ 6 6 വരെ വേണം. ഇതിൽ 1 1 ഉണ്ടോ? ബാക്കിയെല്ലാം ഉണ്ട് അല്ലേ? 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. അപ്പൊ ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല കേട്ടോ. ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. ഇത് ഞാൻ അടുത്തൊരു കാര്യം പഠിപ്പിക്കാനാണ് ഈ എക്സാമ്പിൾ ഇട്ടത്. നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക എന്ന് മാത്രം, അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ ഇത് റിഫ്ലെക്സീവ് അല്ല. പക്ഷെ ഇതിന്റെ വേറൊരു പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കുമോ? ഇവിടെ 2 2 തിരിച്ചിട്ടാലും 2 2, 2 4 തിരിച്ചിട്ടാൽ 4 2, അതിവിടെ ഉണ്ടല്ലോ 4 2. അതേപോലെ 2 6 മാറ്റി നോക്കൂ, 6 2 ഇല്ലേ? 6 2 ഉണ്ട്. 3 3 തിരിച്ചിട്ടാൽ 3 3. 6 3ക്ക് 3 6ന് 6 3 ഉണ്ട്. 4 2ന് 2 4 ഉണ്ട്. 4 6ന് 6 4 ഉണ്ട്. 5 5 തിരിച്ചിടാം. അങ്ങനെ 6 2 2 6. 6 3ക്ക് 3 6 ഉണ്ടല്ലോ. 6 6 തിരിച്ചിട്ടാൽ 6 6 തന്നെ. അതായത് എക്സ് വൈ ഉണ്ടെങ്കിൽ വൈ എക്സും ഉണ്ട്, എ ബി ഉണ്ടെങ്കിൽ ബി എയും ഉണ്ട്. അങ്ങനത്തെ ഒരു റിലേഷനാണ് ഇത്.
ഈ ടൈപ്പ് റിലേഷൻ നമ്മൾ പേര് പറയണത് സിമെട്രിക് എന്നാണ്. ഇതാണ് സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ. അപ്പൊ സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? If A related to B implies B related to A, then R is a symmetric relation. Symmetric relation. മനസ്സിലായോ? അപ്പൊ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? A related to A for every A. അതെന്തായിരുന്നു? റിഫ്ലക്സീവ്. ഇവിടെ എന്താണ്? A related to B implies B related to A. So R is symmetric. അപ്പൊ റിഫ്ലക്സീവ് എന്താണ്? സിമെട്രിക് എന്താണ്? മനസ്സിലായോ? ഏതൊക്കെ കേസിലാണ് റിഫ്ലക്സീവ് ആവുക? അതിപ്പോ ആവാത്തൊരു കേസ്, റിഫ്ലക്സീവ് അല്ലാത്തൊരു പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ അതേസമയം അതെന്താണ്? സിമെട്രിക് ആണ്. മനസ്സിലായോ? അപ്പൊ അത് രണ്ടും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിൽ നോക്കാം. അപ്പൊ നമ്മളിപ്പോ ചെക്ക് ചെയ്തത് എന്തൊക്കെയാണ്? A related to A ആണോ ചെക്ക് ചെയ്തു. പിന്നെ A related to B ആണെങ്കിൽ B related to A ആയിരിക്കുമോ എന്ന് നോക്കി. അപ്പൊ ഓരോന്നിനും ഓരോ പേര് കൊടുത്തു. ഇനി അപ്പൊ നമുക്ക് വേറൊരു കാര്യം ഒന്ന് ചെക്ക് ചെയ്താലോ. A related to B യും ആണ്, B related to C യും ആണ്. റിലേറ്റഡ് ടു എന്ന് പറഞ്ഞാൽ ആറിന് AB ഉണ്ട്, BC ഉണ്ട്. ഇങ്ങനെ വന്നാൽ AC കൂടെ അതിലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു പേരുണ്ട്. ഇതിൽ അങ്ങനെ ഉണ്ടോ നോക്കൂ. 2 4 ഉണ്ട്, 4 2 ഉണ്ട്, 2 2 ഉണ്ട്, 2 6 ഉണ്ട്, 2 6 ഉണ്ട്, 6 2 ഉണ്ട്, 2 2 ഉണ്ട്, 2 6 ഉണ്ട്, 6 3 ഉണ്ട്, പക്ഷേ 2 3 ഇല്ല. എന്താണ്? 2 6 ഉണ്ട്, 6 3 ഉണ്ട്, പക്ഷേ 2 3 ഇല്ല. മനസ്സിലായോ? അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഈ ഏത് എ ബിയും ബി സിയും ഉണ്ട് എങ്കിൽ എ സി കൂടെ ആറിലുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പേര് പറയും ട്രാൻസിറ്റീവ് റിലേഷൻ. ഇത് ട്രാൻസിറ്റീവ് റിലേഷൻ അല്ല. അപ്പൊ നമുക്ക് ട്രാൻസിറ്റീവ് റിലേഷൻ വരണ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1 2 3 4 5 6 are equal to the set of all xy such that, അപ്പോൾ ഇവിടെ r എന്ന് പറയുന്നത് a to a ആണ്. നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. x is a factor of y. x is a factor of y. ഫാക്ടർ പറഞ്ഞാൽ ഘടകം. X is a factor of y, 2 is a factor of 6, 1 is factor of all these numbers. 1 എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഫാക്ടർ ആണ് അല്ലേ? അപ്പൊ നമുക്ക് r എന്ന് എഴുതി നോക്കാം. 1 1, 1 is a factor of 1, 1 is a factor of 2, 1 is a factor of 3, 1 4, 1 5, 1 6. Okay? ഇനി 1 എന്നുള്ളത് വെച്ച് കഴിഞ്ഞു. 2 എടുക്കുമ്പോൾ 2 factor of 2 itself, then 2 is a factor of 4, 2 is a factor of 6, then 3 is a factor of 3, 3 is a factor of 6, 5 factor of, then what, 2 3, then 4, 4 is a factor of 4, 4 is, then 5 factor of 5, 6 factor of 6. നോക്കൂ, 1 എല്ലാത്തിൻ്റെയും ഫാക്ടറാണ്. 2 എന്ന് പറയുന്നത് 2-ൻ്റെയും 4-ൻ്റെയും ഫാക്ടർ, 2 4 6-ൻ്റെ ഫാക്ടർ, 3 3-ൻ്റെയും 6-ൻ്റെയും ഫാക്ടർ, 4 എന്ന് പറയുന്നത് 4-ൻ്റെ മാത്രം ഫാക്ടർ, 5 5-ൻ്റെ ഫാക്ടർ, 6 6-ൻ്റെ മാത്രം ഫാക്ടർ. ഈ റിലേഷൻ
ഇത് ഈ പഠിച്ചത് ഓരോന്ന് നമുക്ക് നോക്കാം. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ പഠിച്ചതൊക്കെ ഒന്ന് നോക്കിയാൽ അത് ക്ലിയർ ആവും. ഇത് റിഫ്ലെക്സീവ് ആവുമോ നോക്കൂ. 1 1 മുതൽ 1 1 2 2 3 3 അങ്ങനെ 6 6 വരെ ഉണ്ടെങ്കിൽ റിഫ്ലെക്സീവ് ആവും. അപ്പോൾ 1 1 ഇതെല്ലാം ഉണ്ട്. 1 1 2 2 യുടെ 1 1 2 2 3 3 4 4 5 5 6. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണ്. സിമെട്രിക് ആണോ നോക്കൂ. 1 3 ഉണ്ട്, 3 1 ഉണ്ടോ? ഇല്ല, ഇത് സിമെട്രിക് അല്ല. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണ്, നോട്ട് സിമെട്രിക്. ഈ മൂന്നാമത് പറഞ്ഞ കാര്യം, അതായത് എ ബി ഉണ്ട്, ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവും. ഇവിടെ നോക്കൂ 1 2 ഉണ്ട്, 2 വെച്ച് നോക്കൂ 2 2 1 2. പിന്നെ 2 4 ആണെങ്കിൽ 1 4 ഉണ്ട്. പിന്നെയോ 1 2 ഉണ്ട്, 2 6 ഉണ്ട്, 1 6 ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഇല്ലാത്തതുണ്ടോ നോക്കൂ. 1 3 3 6 1 6. എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എല്ലാ ഫാക്ടറും ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഉണ്ട് എന്നർത്ഥം. വൈ ഈസ് എ ഫാക്ടർ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ വൈ സെഡ് ഉണ്ട്. എക്സ് വൈയുടെ ഫാക്ടറാണ്, വൈ സെഡിന്റെ ഫാക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും എക്സ് ഏതിന്റെ ഫാക്ടർ ആയിരിക്കും? സെഡിന്റെ ഫാക്ടർ ആയിരിക്കും. അപ്പൊ ഇതെന്തായാലും എന്ത് റിലേഷൻ ആണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ട്രാൻസിറ്റീവ് റിലേഷൻ. ഈ 3 പ്രോപ്പർട്ടീസും ഉണ്ടെങ്കിൽ ആ റിലേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിവാലൻസ് റിലേഷൻ. ഇക്വിവാലൻസ് റിലേഷൻ. ഇപ്പൊ എന്തൊക്കെയാവണം? റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. അങ്ങനെ എല്ലാം ആവണം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റിലേഷൻ ഇതിൽ എഴുതാം. R equal to 1 1 2 2 3 3 4 4 5 5 6 6. ഈ ഒരു റിലേഷൻ നോക്കൂ. ഇത് റിഫ്ലെക്സീവ് ആണ്, തിരിച്ചിട്ടാൽ കിട്ടുന്ന സിമെട്രിക് ആണ്. പിന്നെയോ എ ബി ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവും. ഇവിടെ എ ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബി സി എന്ന് പറഞ്ഞാൽ അടുത്തതിലേക്ക് പോണില്ല. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എ ബി ബി സി ഉണ്ടെങ്കിൽ മാത്രമേ എ സിയുടെ കാര്യം ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ എ ബി ഉണ്ട്, ബി സി ഇല്ലല്ലോ, പിന്നെ എ സിയുടെ കാര്യം ചെക്ക് ചെയ്യണ്ട. അപ്പൊ ഇത് ഓൾറെഡി എന്താണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. അതുകൊണ്ട് ഈ റിലേഷൻ ഇക്വിവാലൻസ് റിലേഷൻ ആണ്. നമ്മുടെ ആ റിലേഷന്റെ ഇതിന്ന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഇക്വിവാലൻസ് റിലേഷൻ ആണ്. ഇത് മാത്രം എഴുതണം. മനസ്സിലായില്ലേ? പിന്നെ കൂടുതൽ പ്രോബ്ലംസുമായിട്ട് നമ്മുടെ അടുത്ത പാർട്ട് ഇറങ്ങും. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ട്, ടഫായ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാസ്സുകൾ മെച്ചപ്പെടുത്താം. ഓക്കെ, ബൈ.